അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് സൂറ അൽ മാഊനാണ്. അൽ മാഊനിലെ പ്രധാന ചോദ്യോത്തരങ്ങൾ നോക്കാം. ഖുർആനിലെ 107-ാം അധ്യായമായ സൂറത്തുൽ മാഊൻ അർത്ഥവും ഗുണപാഠങ്ങളും മനസ്സിലാക്കാൻ സഹായിക്കുന്ന ചോദ്യോത്തര സമാഹാരം. ചോദ്യം: അൽ മാഊൻ എന്ന പദത്തിൻ്റെ അർത്ഥമെന്താണ്? ഉത്തരം നോക്കാം. നിസ്സാരമായ സഹായം. വീട്ടാവശ്യത്തിനുള്ള ചെറിയ പാത്രങ്ങൾ, ഉപ്പ്, വെള്ളം തുടങ്ങിയവ ഇതിൽപ്പെടുന്നു. അടുത്ത ചോദ്യം: യദുഉ എന്ന വാക്കിൻ്റെ അർത്ഥമെന്താണ്? ഉത്തരം: പരുഷമായി തള്ളുക അല്ലെങ്കിൽ ആട്ടിയകറ്റുക. അനാഥകളെ ആട്ടിയകറ്റുന്നവനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച പദം ഏതാണ്? ഉത്തരം: യദുഉൽ യതീം. അടുത്ത ചോദ്യം: സാഹൂൻ എന്ന പദത്തിൻ്റെ അർത്ഥമെന്താണ്? ഉത്തരം: അശ്രദ്ധരായ ആളുകൾ, നമസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കാത്തവർ. അടുത്ത ചോദ്യം: യഹുൽ എന്ന പദത്തിൻ്റെ അർത്ഥമെന്താണ്? ഉത്തരം: പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ ഉത്സാഹിപ്പിക്കുക. അടുത്ത ചോദ്യം: മിസ്കീൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ഉത്തരം: ഒന്നും കൈവശമില്ലാത്ത പരമദരിദ്രൻ. മിസ്കീൻ. ചോദ്യം: ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ ഇസ്ലാമിൽ ഏത് ഗണത്തിലാണ് പെടുന്നത്? ഉത്തരം: ഷിർക്കുൽ അസ്ഗർ, ചെറിയ ഷിർക്കാണ്. ആളുകളെ കാണിക്കാൻ വേണ്ടി റിയാ എന്ന് പറയുന്നത് ചെറിയ ഷിർക്കാണ്. റിയാ എന്നാൽ ആളുകളെ കാണിക്കാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി അല്ലാതെ ചെയ്യുന്ന ആരാധനകൾ. ഇത് ഇസ്ലാമിൽ ഗൗരവമേറിയ ഒരു ആത്മീയ അപകടമായി കണക്കാക്കപ്പെടുന്നു. ചോദ്യം: അൽ മാഊൻ നൽകുന്നതിനെ തടയുന്നവർ എന്ന് പറഞ്ഞതിലെ ഗൗരവം എന്ത്? വയംനഊന അഥവാ തടയുന്നവർ. ഉത്തരം: ഒരാൾക്ക് യാതൊരു നഷ്ടവും വരുത്താത്തതും എന്നാൽ മറ്റൊരാൾക്ക് വലിയ ഉപകാരപ്രദവുമായ നിസ്സാര സഹായങ്ങൾ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പാത്രം കടം കൊടുക്കുക. അതുപോലും തടയുന്നത് മനസ്സിൻ്റെ അങ്ങേയറ്റത്തെ ഇടുങ്ങിയ അവസ്ഥയും കാരുണ്യമില്ലായ്മയുമാണ് സൂചിപ്പിക്കുന്നത്. വയംനഊനൽ മാഊൻ. അടുത്ത ചോദ്യം: ഈ സൂറത്തിൻ്റെ ആദ്യ പകുതിയും രണ്ടാം പകുതിയും തമ്മിലുള്ള ബന്ധമെന്ത്? ആദ്യ പകുതി സൃഷ്ടികളോടുള്ള കടമകളിൽ പരാജയപ്പെട്ടവരെക്കുറിച്ച് സംസാരിക്കുന്നു. രണ്ടാം പകുതി സൃഷ്ടാവിനോടുള്ള കടമകളിൽ പരാജയപ്പെട്ടവരെക്കുറിച്ച് സംസാരിക്കുന്നു. സാമൂഹിക സേവനവും ആരാധനയും ഒരേപോലെ പ്രധാനമാണെന്ന് ഇത് പഠിപ്പിക്കുന്നു. അടുത്ത ചോദ്യം: യുറാഊൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവരുടെ നമസ്കാരം അള്ളാഹു തള്ളിക്കളയാൻ കാരണമെന്ത്? ഉത്തരം: അവരുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പ്രീതിയല്ല, മറിച്ച് ജനങ്ങളുടെ പ്രശംസയാണ്. ലക്ഷ്യം തെറ്റിയ ആരാധനകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ലെന്ന് മാത്രമല്ല, അത് ശിക്ഷാർഹമായ കാര്യമാണ്.
യുറാഊൻ ആളുകളെ കാണിക്കുവാൻ വേണ്ടി നമസ്കരിക്കുന്ന ആളുകളെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഓർക്കുക, ആരാധനയുടെ ലക്ഷ്യം, ഉദ്ദേശശുദ്ധി ആണ് ഏറ്റവും പ്രധാനം. അടുത്ത ചോദ്യം, ഈ സൂറത്ത് നൽകുന്ന പ്രധാന ഗുണപാഠം എന്ത്? ഉത്തരം, യഥാർത്ഥ വിശ്വാസി അനാഥരോടും ദരിദ്രരോടും കരുണയുള്ളവനും ആരാധനകളിൽ ആത്മാർത്ഥതയുള്ളവനും ആയിരിക്കണം. യംനഊനൽ മാഊൻ എന്നതിൻ്റെ അർത്ഥമെന്ത്? വയംനഊനൽ മാഊൻ, അവർ നിസ്സാരമായ സഹായങ്ങൾ പോലും തടയുന്നു. ആരാധനയും സാമൂഹിക സേവനവും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ. നമസ്കാരത്തെക്കുറിച്ച് അൻ സലാത്തിഹിം എന്ന് പറയാൻ കാരണമെന്ത്? ഉത്തരം, നമസ്കാരത്തിൻ്റെ സമയവും ലക്ഷ്യവും പാടെ അവഗണിക്കുന്നതിനെ സൂചിപ്പിക്കാൻ ആണ് അൻ സലാത്തിഹിം എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. ഫീ സലാത്തിഹിം എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിനിടയിലെ മറവിയെ സൂചിപ്പിക്കുമായിരുന്നു. അത് പറയാതെ അൻ സലാത്തിഹിം, നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധരായവർ എന്ന് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. ചോദ്യം, ആരാധനകളും സാമൂഹിക സേവനവും തമ്മിലുള്ള ബന്ധം ഈ സൂറത്ത് എങ്ങനെ വ്യക്തമാക്കുന്നു? ഉത്തരം, അള്ളാഹുവിനോടുള്ള ആരാധനയും സൃഷ്ടികളോടുള്ള കാരുണ്യവും വേർപിരിക്കാനാവാത്തതാണ്.